വിലാപങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. എത്ര ആഴ്ചകൾ കൊണ്ടത് തീർക്കാൻ ഒക്കുമെന്ന് കൃത്യം അറിഞ്ഞുകൂടാ. 4-5 ആഴ്ച കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ല, ചില ആഴ്ചകൾ കൂടെ മുമ്പോട്ട് പോകാൻ ആവശ്യം വന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാം. വിലാപങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് ഒരു ബൈബിൾ ക്ലാസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളും കേട്ടിട്ടില്ലെന്ന് ഞാനങ്ങ് പറയുകയാണ്. അതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു പഠനം എങ്ങും ഇല്ല. പലരും ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. എന്നാൽ പൊതുവെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളിൽ നിന്ന് ചില പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ട് കാണുമെന്നുള്ളതല്ലാതെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു പഠനം നാം സാധാരണഗതിയിൽ കേൾക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും തന്നെ കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടോ ഈ പുസ്തകത്തെ സംബന്ധിച്ചൊരു താല്പര്യം കുറച്ചധികം നാളുകൾക്ക് മുമ്പേ ദൈവം എൻ്റെ മനസ്സിൽ തരികയും കഴിഞ്ഞ വളരെ നാളുകളായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വായിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി, ഇത് ബാക്കിയുള്ളവർ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല ഞാൻ വായിച്ചത്. എന്നാൽ ഇത് സഭയിലും പ്രയോജനപ്പെടുത്തണം, മറ്റുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഞാൻ തന്നെ മൂപ്പന്മാരോട് സജസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു സമയം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതാണെന്ന്. അത് അനുസരിച്ച് മൂപ്പന്മാരെ സമ്മതിച്ചനുസരിച്ചാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കാനായിട്ട് ഇടയാകുന്നത്. ഇന്ന് ഈ പുസ്തകത്തിലേക്ക് അധികം നാം കടക്കുന്നില്ല. ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ആണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അത് ശരിയായിട്ട് മനസ്സിലാക്കിയാലേ ഈ പുസ്തകം ശരിയായിട്ട് മനസ്സിലാകുള്ളൂ. വെറുതെ പുസ്തകം വായിച്ച് അതിൻ്റെ വിശദീകരണം പറഞ്ഞുകൊണ്ടായില്ല. എപ്പോഴാണ് ഈ പുസ്തകം എഴുതിയത്, എന്തിനാണ് എഴുതിയത്, ആരാ എഴുതിയത്, എന്ത് കോണ്ടെക്സ്റ്റിലാണ്, സന്ദർഭത്തിലാണ് ഇത് എഴുതിയത്, ഈ കാര്യങ്ങൾ ഒന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളാണ് നാം ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ അടുത്ത ആഴ്ച മുതൽ ആ പുസ്തകത്തിലെ 1, 2, 3, 4 അധ്യായങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുമായിരിക്കും. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പുസ്തകത്തിലെ ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. എന്നാൽ പൊതുവിൽ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, പുസ്തകം മനസ്സിലാക്കുന്നതിന് സഹായകരമായ ചില ചരിത്ര വസ്തുതകൾ, അതാണ് ഇന്ന് നാം ഇവിടെ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ വിലാപങ്ങൾ എന്നാണ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലായി സങ്കടപ്പാട്ടാണ് വിലാപങ്ങൾ എന്ന് പറയുന്നത്. ദുഃഖത്തിൻ്റെ ശബ്ദമാണ്. 5 ഫ്യൂണറൽ പോയംസ്, 5 വിലാപ കാവ്യമാണ് ഇത്. ആ 5 എന്ന് പറയുന്നത് 5 അധ്യായത്തിൻ്റെ കാര്യമാണ്. 5 കാവ്യങ്ങൾ, 5 പോയംസാണിത്. 5 വിലാപ കാവ്യങ്ങളുടെ സമാഹാരമാണ് വിലാപങ്ങളുടെ പുസ്തകം. യെരുശലേമിൻ്റെ നാശമാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വിനാശകരമായ സംഭവം. യെരുശലേം പട്ടണം നശിച്ചു. മാത്രമല്ല, അവരുടെ ദേവാലയം മുഴുവൻ ഇടിച്ച് നശിപ്പിച്ച്, അതിനു മുൻപ് തന്നെ ദേവാലയത്തിലെ വലിയേറിയ പാത്രങ്ങളും പൊൻപാത്രങ്ങളും മറ്റും ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കൊണ്ടുപോയി. അങ്ങനെ ദേവാലയം ലൂട്ട് ചെയ്യപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, വലിയേറിയ സാധനങ്ങളെല്ലാം കവർച്ച ചെയ്യപ്പെട്ടു. തീർന്നില്ല, ദേവാലയം മുഴുവനും നശിപ്പിച്ചു. അപ്പോൾ യെരുശലേം നഗരവും നശിപ്പിച്ചു, ദേവാലയവും നശിപ്പിച്ചു നെബൂഖദ്നേസർ. അതിൻ്റെ ദുഃഖത്തിൽ, ആ മഹാവിനാശത്തെ ഓർത്ത് യെരമ്യാ പ്രവാചകൻ കരയുന്ന നിലവിളിയാണ് ഈ പുസ്തകം എന്ന് നമുക്ക് പറയാം. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഏതോ ഒരു വലിയ പള്ളി ഇടിച്ച് നശിപ്പിച്ച പോലെയാണ് യെരുശലേം ദേവാലയം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് റോമിലുള്ള വത്തിക്കാനിലുള്ള വലിയൊരു പള്ളി ഇടിച്ച് നശിപ്പിച്ചതുപോലെ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല. നാം പഠിച്ച് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ യെരുശലേം ദേവാലയം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ
എത്ര ഭയങ്കരമായൊരു കാര്യമാണ് എന്ന് നമുക്ക് പുറകാലെ പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, ആ ദേവാലയത്തിലുള്ള സാധനങ്ങളുടെ വില, അതിൻ്റെ ചെലവ്, അത് കണക്ക് കൂട്ടിയാൽ നാം അമ്പരന്ന് പോകും. ഒരു വലിയ ധനികനായ ആളുടെ വീട് ഒരു കള്ളം വന്ന് ലൂട്ട് ചെയ്തു പോയി എന്ന് പറയുന്ന പോലെ അല്ല. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു, അതിലെ വലിയൊരു സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭയങ്കരമായ ഒരു വിനാശമാണത്. ഒരു യഹൂദനെ സംബന്ധിച്ച് യെരുശലേം നശിപ്പിക്കപ്പെട്ടത് തന്നെ ഭയങ്കര കാര്യം. അവന്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ദേവാലയത്തിലെ വലിയൊരു സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി കവർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഇത്ര ഭയങ്കര ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സംഭവമാണ് യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുക, അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുക, ദേവാലയത്തിലെ വിലയേറിയ പാത്രങ്ങൾ എടുത്തുകൊണ്ടു പോവുക എന്നുള്ളത്. അങ്ങനെ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശം കണ്ടുകൊണ്ട് വിലപിക്കുന്ന, അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന, കരയുന്ന ഒരു പദ്യശകലമാണ്, അല്ലെങ്കിൽ പദ്യങ്ങളുടെ സമാഹാരമാണ് വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. ഈ യെരുശലേമിനെ ആക്രമിക്കുകയും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയൊക്കെ ചെയ്തതിൻ്റെ വിവരണം രണ്ട് രാജാക്കന്മാർ 24, 25 അധ്യായങ്ങളിലുണ്ട്. 2 ദിനവൃത്താന്തം 36 അധ്യായത്തിലുണ്ട്. യെരമ്യാ പ്രവചനം 52 അധ്യായത്തിലും 39 അധ്യായത്തിലുമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിപ്പോൾ നമുക്ക് വായിക്കാൻ നിവൃത്തിയില്ല, അത് മുഴുവൻ നമുക്കിപ്പോൾ വായിക്കാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ നാശം, അവർക്ക് സംഭവിച്ച വലിയ നാശത്തിന്റെ വിവരണം വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. 2 Kings chapters 24-25, 2 രാജാക്കന്മാർ 24, 25. 2 Chronicles 36, 2 ദിനവൃത്താന്തം 36 അധ്യായം. ജെറമായ ചാപ്റ്റർ 39 and 52, യെരമ്യാ പ്രവചനം 39 അധ്യായം, 52 അധ്യായം. ഈ അധ്യായങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ പോയി വായിച്ചാൽ ഈ നാശം സംഭവിച്ചു എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ നാശം സംഭവിച്ചത്, എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഈ പറഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യെരുശലേം നശിപ്പിക്കപ്പെട്ടു. അവിടുത്തെ നിവാസികളെ, അതായത് യഹൂദയിലെ നിവാസികളെ 3 ഘട്ടങ്ങളായിട്ടാണ് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകുകയായിരുന്നില്ല, 3 പ്രാവശ്യമായിട്ടാണ് അവരെ പിടിച്ചുകൊണ്ട് പോയത്. 3 stages. അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ് യഹൂദ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് BC 605 നെബൂഖദ്നേസർ ആദ്യമായിട്ട് യെരുശലേമിൽ പ്രവേശിക്കുന്നത്. BC 605 യഹോയാക്കീം എന്ന രാജാവ് അവിടെ വാണുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെബൂഖദ്നേസർ യെരുശലേമിൽ പ്രവേശിക്കുന്നത്. നെബൂഖദ്നേസർ എന്ന് പറയുന്നത് ബാബിലോൺ രാജാവാണ്. അങ്ങനെ പ്രവേശിച്ച് അനേക ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് ദാനിയേലിനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് 2 രാജാക്കന്മാർ 24-1 ദാനിയേൽ 1 മുതൽ 7 വരെയും വായിച്ചാൽ, ആ 2 പാസേജ് വായിച്ചാൽ ഏത് സമയത്താണ് ദാനിയേലിനെ കൊണ്ടുപോയതെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. 2 രാജാക്കന്മാർ 24-1, ദാനിയേലിന്റെ പ്രവചനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 ഭാഗങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ, താരതമ്യപ്പെടുത്തി ഒന്ന് വായിച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ദാനിയേലിന് അന്ന് 15-18 ഒക്കെ വയസ്സേ കാണുകയുള്ളൂ, ബാലനായിരുന്നു. ബാലനായ ദാനിയേലിനെ മറ്റു കൂട്ടുകാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ഈ ആദ്യത്തെ ആക്രമണത്തിലാണ്. അത് BC 605. അത് കഴിഞ്ഞ് BC 597 രണ്ടാമത്തെ ആക്രമണം നെബൂഖദ്നേസർ നടത്തി. അന്ന് ഭരിക്കുന്നത് യഹോയാക്കീൻ എന്ന രാജാവാണ്. ആദ്യം പറഞ്ഞത് യഹോയാക്കീമാണ്, രണ്ടാമത്
യഹോയാക്കീൻ, ചെറിയ വ്യത്യാസമുള്ള പേര് തമ്മിൽ. ആ രാജാവ് ഭരിക്കുമ്പോഴാണ് BC 597 നെബൂഖദ്നേസർ വീണ്ടും വന്ന് ആക്രമിച്ച് കുറെ ആളുകളെയും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ കൂട്ടത്തിലാണ് എസെക്കിയേലിനെ പിടിച്ചുകൊണ്ട് പോയത്. എസെക്കിയേൽ പ്രവാചകനെ ഈ രണ്ടാമത്തെ ആക്രമണത്തിലാണ് എസെക്കിയേൽ പ്രവാചകനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതറിയണമെങ്കിൽ 2 രാജാക്കന്മാർ 24:10 എസെക്കിയേൽ 1:3 കൂടെ ചേർത്ത് വായിച്ചാൽ മതി. 2 രാജാക്കന്മാർ 24:10 വാക്യം, യെഹെസ്കേൽ പ്രവചനം 1:3 വാക്യം. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ എസെക്കിയേലിനെ ഈ രണ്ടാമത്തെ ആക്രമണ സമയത്താണ് പിടിച്ചുകൊണ്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ ആക്രമണം ഉണ്ടായത് BC 586 BC 586 586 നെബൂഖദ്നേസർ വീണ്ടും വരുന്നത്. അത് സിദക്കിയ രാജാവിന്റെ കാലത്താണ്. സിദക്കിയാവാണ് അന്ന് അവിടെ യഹൂദയിൽ ഭരിക്കുന്നത്. ആ രാജാവിന്റെ കാലത്താണ് നെബൂഖദ്നേസർ വീണ്ടും വരുന്നത്. അതിന്റെ വിവരണം 2 രാജാക്കന്മാർ 25:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 2 രാജാക്കന്മാർ 25:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിവരണം ഉണ്ട്. ഈ 586 വന്നപ്പോൾ 588 BC 588 ജനുവരി 15 മുതൽ 586 ജൂലൈ 18 വരെ നെബൂഖദ്നേസറും കൂട്ടരും ഈ യെരുശലേമിന് ചുറ്റും വാടകോരി, അതായത് ചുറ്റും ക്യാമ്പടിച്ച് ആരും പോകാനോ വരാനോ സാധനങ്ങൾ കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാത്ത നിലയിൽ ആക്കിയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ആക്രമണം എന്ന് പറയുന്നത്, അതാണ് ഒടുവിലത്തെ ആക്രമണം. അന്ന് ജനുവരി 15 588 BC മുതൽ ജൂലൈ 18 586 BC വരെ, ഇത്രയും സമയം യെരുശലേമിന് ചുറ്റും അവർ കോട്ട കെട്ടി അല്ലെങ്കിൽ വാടകോരി യെരുശലേമിനെ മുഴുവൻ പൂട്ടിക്കളഞ്ഞു. അതുകൊണ്ടുള്ള ദോഷം, ഭക്ഷണ സാധനങ്ങൾ പോവുകയില്ല, വരികയില്ല, മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വളരെ വലിയ ബുദ്ധിമുട്ടിൽ ആയി. അതാണ് ഒടുവിലത്തെ ആക്രമണം. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 605, 597, 586 ഈ വിലാപങ്ങളുടെ പുസ്തകം ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും 586 കാര്യവുമായിട്ടാണ്. അതിനു മുമ്പും ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നാൽ യെരുശലേം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തത് 586 യെരുശലേം പട്ടണം മുഴുവനായി നശിപ്പിക്കപ്പെടുകയും ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും, അതിനു മുമ്പും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി കാണും. എന്നാൽ ദേവാലയം പൂർണ്ണമായി നശിപ്പിച്ചത് 586. അപ്പോൾ BC 586 മൂന്നാം ആക്രമണത്തിൽ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ നശിപ്പിച്ച് ദേവാലയവും നശിപ്പിച്ച് അനേക ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അതിനു മുമ്പ് 2 പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം കണ്ട്, പ്രത്യേകിച്ച് 586 സംഭവം കണ്ട് ഭയങ്കരമായ നാശം അവർക്ക് സംഭവിച്ചു. എന്തെല്ലാം നാശമാ ഭവിച്ചത് എന്നുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമ്മെ അമ്പരിപ്പിക്കും. അവർക്ക് സംഭവിച്ച നാശം എത്ര വലുതാണ് എന്നുള്ളത് നാം പഠിക്കുമ്പോൾ നാം അമ്പരന്ന് പോവും. അത്രയ്ക്ക് വലിയ ദോഷമാണ് യെരുശലേമിനും യെരുശലേം നിവാസികൾക്കും യഹൂദയ്ക്കും സംഭവിച്ചത്. അത് കണ്ട് വിലപിക്കുന്ന യെരമ്യാവിനെയാണ് നമുക്ക് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അവരെ എങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ് 70 വർഷക്കാലം അവര് ബാബിലോണിൽ അടിമകളായിരുന്നു. 70 വർഷത്തിന് ശേഷം അവർ മടങ്ങി സ്വന്തം ദേശത്തേക്ക് വരാനായിട്ട് ഇടയായി. കോരസ് ഉത്തരവിട്ട അനുസരിച്ച് അവര് മടങ്ങി വന്നു. ദേവാലയത്തിന് അടിസ്ഥാനം വിട്ടു, ദേവാലയം പണിതു. അങ്ങനെയാണ് യെരുശലേമിലെ രണ്ടാമത്തെ, അതായത് ഇടിഞ്ഞുപോയ ദേവാലയത്തിന് പകരം ദേവാലയം ഉണ്ടാകാനായിട്ട് ഇടയായത്. ആ 70 വർഷത്തെക്കുറിച്ച് കൂടെ ഒരു കാര്യം ഒന്ന് അറിയാൻ ആവശ്യമുണ്ട്. 70 വർഷമാണ് ഇവർ പ്രവാസത്തിലേക്ക് പോയത്. അത് പല വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് 70 വർഷമാണ് പോയത് എന്നുള്ളത്. എന്താ ഈ 70 വർഷത്തിന്റെ പ്രത്യേകത?
ഈ 70 വർഷത്തിന്റെ കണക്കെന്താണ്? എന്ന് മുതൽ എന്ന് വരെയാണ് 70 വർഷം. 2 രീതിയിൽ അത് കണക്കാക്കുന്നുണ്ട്. അതിലേതാണ് കൃത്യമെന്ന് പറയാൻ പ്രയാസമാണ്. രണ്ടിനും നമുക്ക് വിരോധമൊന്നുമില്ല. ഒന്നാമത്തെ കണക്ക് 605 ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. അത് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ. 605 ആദ്യത്തെ ആക്രമണം മുതൽ ദേവാലയത്തിന് അടിസ്ഥാനമിട്ട 535 വരെ, അപ്പൊ 70 വർഷമായി. 605 BC to 535 BC. അതായത് നെബൂഖദ്നേസർ ആദ്യം ആക്രമണം നടത്തിയ 605 മുതൽ, അന്ന് മുതൽ ആളുകളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയല്ലോ. അന്ന് മുതൽ ദേവാലയത്തിന് അവർ മടങ്ങി വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ട 535 വരെ, അത് 70 വർഷമാണ്. അങ്ങനെയാണ് 70 വർഷം എന്ന് പറയുന്നതെന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി വേറൊരു കണക്കും കൂടെ ഉണ്ട്. ഇതിൽ ഏതാണ് കൃത്യം നമുക്ക് തീരുമാനിക്കാൻ പ്രയാസമാണ്. ഏതാണെങ്കിലും നമുക്ക് വിരോധമൊന്നുമില്ല. രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് യെരുശലേം വീണ 586 BC, ഒടുവിലത്തെ ആക്രമണം 586, യെരുശലേമും ദേവാലയവും ഒക്കെ വീണ ആ വർഷം. അന്ന് മുതൽ തിരിച്ചു വന്ന് ദേവാലയത്തിന്റെ പണി തീർത്ത വർഷം, കംപ്ലീഷൻ ഓഫ് ദ ടെമ്പിൾ എന്ന് പറയുന്നത് 516 BC ആണ്. 516 BC ദേവാലയത്തിന്റെ പണി തീർന്നത്. അതുവരെയാണ് 70 വർഷം എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന മറ്റു ചില ആളുകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യത്തെ കണക്ക് ആദ്യ ആക്രമണം 605 BC മുതൽ ദേവാലയത്തിന് അടിസ്ഥാനമിട്ട 535 BC വരെ. രണ്ടാമത്തെ കണക്ക് അവരെ പിടിച്ചുകൊണ്ട് യെരുശലേമിനെ പൂർണ്ണമായി നശിപ്പിച്ച 586 BC മുതൽ തിരിച്ചു വന്ന് ദേവാലയത്തിന്റെ പണി കംപ്ലീറ്റ് ചെയ്ത 516 BC വരെ. അതാണ് ഈ കണക്ക് നോക്കിയാൽ ഇത് രണ്ടും 70 വർഷമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 70 വർഷമായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ 70 വർഷത്തിന്റെ കണക്കെന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. എന്താ ഈ 70 വർഷം ബാബിലോണിൽ അടിമകളായിരിക്കാൻ കാരണം? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. വാക്യങ്ങൾ കിട്ടുന്നവരെ ഒന്ന് വായിച്ചാൽ സഹായകരമാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 3 മുതൽ 5 വരെ. നാം അത്യാവശ്യമുള്ള വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ, ബാക്കി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. 6 സംവത്സരം കൃഷി ചെയ്യാം, 7ാമത്തെ സംവത്സരത്തിൽ കൃഷി ചെയ്യാൻ പാടില്ല. ഇത് ദൈവം ലേവ്യ പുസ്തകത്തിൽ കൊടുത്ത നിയമമാണ്. 7ാമത്തെ വർഷം നിലത്തിന് ശബത്തായിരിക്കണം. ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ നിലത്തിനും റെസ്റ്റ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ആ നിലം കൂടുതൽ വിളയാനും കൂടുതൽ കൃഷി ഉണ്ടാകാനും ആയിട്ട് ദൈവം വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ കൊടുത്ത ഒരു നിയമമാണ്. 6 വർഷം കൃഷി ചെയ്യുക, 7ാമത്തെ വർഷം നിലം വെറുതെ ഇട്ടേക്കണം. അപ്പോൾ നിലം വെറുതെ ഇടുമ്പോൾ എങ്ങനെ കഴിക്കുമെന്നുള്ള ചോദ്യം വരും. അതിൻ്റെയൊക്കെ ഉത്തരം ഇതിനകത്തുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. ദൈവം കൂടുതൽ വിളവ് കൊടുക്കും. 7ാം വർഷം കൃഷി ചെയ്തില്ലെങ്കിലും അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള കൂടുതൽ വിളവ് ദൈവം അതനുസരിച്ച് കൊടുക്കും. അതുകൊണ്ട് 7ാം വർഷം കൃഷി ചെയ്തില്ലെങ്കിലും ഒരു നഷ്ടവും അവർക്ക് വരികയില്ല, അവർ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. ദൈവം അതനുസരിച്ചുള്ള വർദ്ധമാനമായ ആഹാരം, ഫലം അതനുസരിച്ച് ദൈവം അവർക്ക് നൽകും. അപ്പോൾ 7ാം വർഷം വെറുതെ ഇട്ടേക്കണം. എന്നാൽ ഈ ഇസ്രായേൽ മക്കള് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ 490 വർഷം ഇതനുസരിച്ചില്ല. 490 വർഷം ഇത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അത്യാഗ്രഹം കൊണ്ട് എല്ലാ വർഷവും കൃഷി ചെയ്തു. 6 വർഷം കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നു, എന്തോ ഒരു മണ്ടത്തരോ 7ാം വർഷം കൃഷി ചെയ്യാതിരിക്കുന്നത്, അത്രയും കൂടെ നമുക്ക് കിട്ടുകയല്ലേ, അതുകൊണ്ട് 7ാം വർഷം നമുക്ക് കൃഷി ചെയ്യാം. 7ാം വർഷം കൃഷി ചെയ്താൽ ഫലം കിട്ടാതൊന്നും പോകുകയില്ല. 7ാം വർഷവും കൃഷി ചെയ്ത് അതിൻ്റെ വിളവ് അവരെടുക്കും. അങ്ങനെ 7ാമത്തെ വർഷത്തിന്റെ നിലത്തിന്റെ ശാബത് 490 വർഷം അവര്
ആചരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനമാണ്. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചു ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന്. 6 വർഷം കൃഷി ചെയ്യണം, 7-ാം വർഷം വെറുതെ ഇടണം. ദൈവത്തിന്റെ കൽപ്പനയാണ്, ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ അത്യാഗ്രഹ നിമിത്തം, ദ്രവ്യാഗ്രഹ നിമിത്തം അതവരനുസരിച്ചില്ല. 490 ശബത്തുകൾ വർഷങ്ങൾ അത് അനുസരിച്ചില്ല. അപ്പോൾ ഈ 490 എന്നുള്ളത് എന്ന് മുതൽ എന്ന് വരെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമല്ല. എന്നാൽ പൊതുവെ ശൗലിന്റെ കാലം മുതൽ, ശൗലിന്റെ കാലം എന്ന് പറയുന്നത് ഏകദേശം 1020 BC ആണ്. ശൗൽ രാജാവിന്റെ കാലം മുതൽ 586 അവരെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ, ബാബിലോണിലെ 3ാമത്തെ ആക്രമണം, ബാബിലോണിയരുടെ 3ാമത്തെ ആക്രമണം, അതുവരെ ഇടയ്ക്കുള്ള, അതിൻ്റെ ഇടയ്ക്ക് 490 അല്ല ആ വർഷങ്ങൾ, പക്ഷെ അതിനിടയ്ക്ക് 490 വർഷങ്ങൾ അവര് ഇത് ശബത്ത് ആചരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശൗലിന്റെ കാലം മുതൽ പ്രവാസം വരെ, അതായത് അവർ അടിമത്തത്തിലേക്ക് പോകുന്നത് വരെയുള്ള കാലയളവിൽ, അത് 490 അല്ല കണക്കൂട്ടി നോക്കിയാൽ, എന്നാൽ ആ പീരീഡിൽ 490 വർഷം അവരിത് ആചരിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാലക്കണക്ക്, നാം ഈ പറയുന്ന കാലക്കണക്കുകളെല്ലാം എക്സാക്റ്റ് ആയിരിക്കണമെന്നില്ല, അതായത് ഏറ്റവും കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യമായതുകൊണ്ട് അത് ചരിത്ര വസ്തുതയാണെങ്കിലും അതിൻ്റെ ഡേറ്റിങ്ങിൽ അല്പം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നെന്ന് വരാം. അത് സാരമുള്ള കാര്യമല്ല, അതൊരു വലിയ തെറ്റോ അബദ്ധമോ ഒന്നുമല്ല. കാലക്കണക്ക് അല്പം വ്യത്യാസപ്പെട്ടു എന്ന് വരാം, അത് സാരമുള്ള കാര്യമല്ല. ഏതായാലും അവർ കനാനിൽ വന്ന് ദൈവത്തിന്റെ നിയമം ലഭിച്ച് പാർക്കാൻ തുടങ്ങിയ നാൾ മുതൽ, അത് ശൗലിന്റെ കാലമോ എപ്പോഴെങ്കിലും ആകട്ടെ, ആ കാലം മുതൽ അവരെ പിടിച്ചുകൊണ്ടു പോകുന്നവരെയുള്ള 490 വർഷം അവര് ശബത്ത് ആചരിച്ചില്ല. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള 1-2 വാക്യങ്ങൾ വായിക്കാം. 2 ദിനവൃത്താന്തം 36:21 വായിക്കാം. 2 Chronicles 36:21. 2 ദിനവൃത്താന്തം 36:21 വാക്യം. അപ്പോ യെരമ്യാവ് പറഞ്ഞതുപോലെ യെരമ്യാ പ്രവചനം നിവൃത്തിയാകത്തക്കവണ്ണം ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം. അപ്പോ യെരമ്യാവ് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കിയേക്കാം. യെരമ്യാ 25:11. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. യെരമ്യാ 25:11 വാക്യം. അപ്പോ ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് യെരമ്യാവ് അരുളി ചെയ്തു. ഓക്കെ, അപ്പോ 70 വർഷം എന്ന് ദാനിയേൽ പ്രവചിച്ചു. 70 വർഷമാണ് ഇവർ അടിമത്തത്തിൽ പോകുന്നതെന്ന്. ആ 70 വർഷത്തിന്റെ കണക്ക് എന്താണെന്നാണ് 2 ദിനവൃത്താന്തം 36:21 വായിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 490 വർഷം ശബത്ത് ആചരിക്കാതിരുന്നു. അപ്പോ 7 വർഷത്തിൽ 1. അപ്പൊ 490-നെ ഹരിച്ചാൽ നമുക്ക് 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 70 കിട്ടും. അതാണ് 70 എന്നുള്ള കണക്ക്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് കണക്കറിയാം. ദൈവം കണക്ക് കൂട്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ ചില കാര്യങ്ങൾ വരുമ്പോൾ അതുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ചില ഡേറ്റ് പഠിച്ചുകൊണ്ട് മാത്രമായില്ല നമുക്ക്. നാം ഈ പുസ്തകം പഠിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങൾ നാം ഉൾക്കൊള്ളുകയും കൂടെ വേണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ആത്മീയ പാഠമുണ്ട്. എന്താ? ദൈവത്തെ തെറ്റായ കണക്ക് പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തെ കളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട.
ദൈവത്തിന് കണക്ക് കൃത്യമായിട്ട് അറിയാം. ദൈവത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റുകയില്ല. 490 7 കൊണ്ട് ഹരിച്ചാൽ 70 കിട്ടുന്നതെന്നുള്ളത് ദൈവത്തിന് അറിയാം. അത് ദൈവത്തെ കളിപ്പിക്കാനൊക്കെ ഇല്ല. അതനുസരിച്ച് കൃത്യം 70 വർഷം ബാബിലോണിൽ അവര് അടിമകളായി ഇരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആകട്ടെ, ഈ യെരുശലേമിന്റെ നാശത്തിനും ദേവാലയത്തിന്റെ നാശത്തിനും ഇവര് പ്രവാസികളായി പോകുവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നാം അത് വിശദമായിട്ട് പുറകെയുള്ള ക്ലാസ്സുകൾ അത് പഠിക്കും. എന്നാലും ഇന്ന് എന്താ ഇത്ര വലിയ നാശം വരാൻ കാരണം? ഇവര് എന്തിനാണ് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയത്? അതിന് ധാരാളം വാക്യങ്ങളുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 22-ാം അധ്യായം. എന്തിനാണ് ഇവരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കിയത്? യെരമ്യാ പ്രവചനം 22-ാം അധ്യായം, അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്ന് ഉത്തരം പറയുകയും ചെയ്യും. ദൈവം എന്തുകൊണ്ടാണ് നഗരത്തോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മറുപടി, അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചത് കൊണ്ട് തന്നെ എന്ന് ഉത്തരം പറയും. യെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. 1-ന്റെ 16-ാമത്തെ ഈ ഒരേ കാരണം തന്നെയാണ്. ഇത് പലയിടത്ത് എഴുതിയിട്ടുണ്ട്. 1-ന്റെ 16 നമുക്കൊന്ന് വായിക്കാം. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. അവരെന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത ദോഷം, ശരിക്കും പറഞ്ഞാൽ വിഗ്രഹാരാധന എന്ന ദൈവം വെറുക്കുന്ന മഹാദോഷം. വിഗ്രഹാരാധന എന്ന ദൈവം വെറുക്കുന്ന മഹാദോഷം, അതാണ് ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ യെരമ്യാ പ്രവചനം 22-ന്റെ 13ഉം 14ഉം കൂടെ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെയും ഈ കാര്യത്തെക്കുറിച്ച് അതിന്റെ 13, 14 വാക്യങ്ങളിൽ, അതിപ്പോ വായിക്കുന്നില്ല മുഴുവൻ, അവിടെ അവരുടെ മധ്യത്തിൽ നടന്നിരുന്ന അനീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സാമൂഹ്യമായ അനീതി അല്ലെങ്കിൽ അധാർമികത. യെരമ്യാ 22-ന്റെ 13, 14 വാക്യങ്ങൾ അതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് വിഗ്രഹാരാധന. പിന്നെ യെരമ്യാ 22-ന്റെ 13-ലും 14-ലും സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഇമ്മൊറാലിറ്റി, സാമൂഹ്യ അനീതി, അധന്മാർഗികത. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ഉടമ്പടി ലംഘനം, നിയമലംഘനം. ഏതാ? ശബത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ബ്രോഡായിട്ട് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെയാണ്? 1, സത്യദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. 2, സാമൂഹ്യമായ വലിയ അനീതി, പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൂലി കൊടുക്കേണ്ടവന് കൂലി കൊടുക്കാതിരിക്കുകയും അതുപോലെ അസന്മാർഗികമായ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ. 3, ശബത്താചരണത്തിൽ വന്ന വീഴ്ച. ഈ 3 കാരണങ്ങൾ ബ്രോഡായിട്ട് നമുക്ക് വിശാലമായ നിലയിൽ ഈ 3 കാരണങ്ങളാണ് അവര് പ്രവാസത്തിലേക്ക് പോകാനായിട്ട് ഇടയാക്കിയത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അവരെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കിയത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ പല വാക്യമുണ്ട്, അത് ഞാൻ തന്നെ ഓടിച്ചൊന്ന് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം നിങ്ങളൊന്ന് എടുത്തു വെച്ചാൽ മതി. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവളുടെ അതിക്രമ ബാഹുല്യം നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ. അതിക്രമ ബാഹുല്യം എന്നുള്ളത് റെബല്യൻ, മറുതലിപ്പ് എന്നും ചിലടത്ത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവളുടെ മറുതലിപ്പ് കാരണം, അതിക്രമ ബാഹുല്യം നിമിത്തം. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുക കൊണ്ട്. ഇനി 14-ാമത്തെ വാക്യം. എന്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കൈയാൽ പണച്ചിരിക്കുന്നു. അതിക്രമം. 18-ാമത്തെ വാക്യം. യഹോവ നീതിമാൻ, അവന്റെ കൽപ്പനയോട്
മത്സരിച്ചു. മത്സരം. 20-ാമത്തെ വാക്യം, ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. 22-ാമത്തെ വാക്യം, അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ, എൻ്റെ സകല അതിക്രമങ്ങൾ നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ, അതിക്രമങ്ങൾ നിമിത്തം ചെയ്തതുപോലെ. വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, 5-ന്റെ 16-ാമത്തെ വാക്യം, ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. 16-17 വാക്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനി 5-ാം അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമുണ്ട്, കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. ഓടിച്ചു വായിച്ചാണ് ഈ വാക്യങ്ങളിലെല്ലാം ഒരു കാര്യം പറയുന്നത്. എന്താ? വിലപിച്ചുകൊണ്ട് പറയുകയാണ്, യഹൂദ പറയുകയാണ്, അല്ലെങ്കിൽ യെരമ്യാവ് പറയുകയാണ്, ദൈവം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ അതിക്രമ ബാഹുല്യമാണ്, ഞങ്ങളുടെ മത്സരമാണ്, ഞങ്ങളുടെ റെബല്യനാണ്, ദൈവകൽപ്പനയുടെ ലംഘനമാണ്. ഇത് ഈ പുസ്തകത്തിൽ 10-12 പ്രാവശ്യം പറയുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ 5-8 വാക്യം വായിച്ചു. നിങ്ങൾ ഇനി വിലാപങ്ങളൊന്ന് വായിക്കുമ്പോൾ അത് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തത് നല്ലതാണ്. അതിക്രമം, മത്സരം, ഞങ്ങൾ ചെയ്ത തെറ്റ്, കഠിനപാപം എന്ന് പറയുന്നതൊന്ന് മാർക്ക് ചെയ്താൽ, എന്നിട്ട് എണ്ണി നോക്കിയാൽ അറിയാം 10-15 പ്രാവശ്യം ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അകൃത്യം നിമിത്തം, ഞങ്ങളുടെ മത്സരം നിമിത്തം, ഞങ്ങളുടെ പാപം നിമിത്തം, ഞങ്ങളുടെ കഠിനപാപം നിമിത്തം, അതുകൊണ്ടാണ് ഞങ്ങൾ മിസ്രൈമിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ യെരൂശലേമിന്റെ നാശം, ദേവാലയത്തിന്റെ നാശം, അവർ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം, അതെല്ലാം പല വാക്കുകളിൽ പറഞ്ഞാൽ അവരുടെ, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ അവരുടെ കൽപ്പന, വിഗ്രഹാരാധന, പിന്നെ സാമൂഹ്യ അനീതി, അധാർമികത, ഉടമ്പടി ലംഘനം, ശബത്തുകൾ ആചരിക്കാതിരിക്കുക, അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ അവരുടെ മത്സരം, കഠിന പാപം. അതാണ് അവര് ഈ പ്രവാസത്തിലേക്ക് പോകാനായിട്ട് ഇടയാക്കിയത്. അപ്പോൾ ഈ പുസ്തകത്തെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഇപ്പൊ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവര് പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം അവരുടെ പാപമാണ്. എപ്പോഴാണ് അവർ പ്രവാസത്തിലേക്ക് പോയത്, 3 സ്റ്റേജസ് ഏതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ പുസ്തകത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് പറയാം. പുസ്തകത്തിന്റെ പേര് തന്നെ എടുക്കുക. പുസ്തകത്തിന്റെ പേര് വിലാപങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. മലയാളത്തില് അയ്യോ എന്നാണ് ആദ്യത്തെ വാക്ക്. ഇംഗ്ലീഷിൽ ഹൗ എന്നാണ്, എങ്ങനെ എന്നാണ് ആദ്യത്തെ വാക്ക്. എബ്രായ ഭാഷയിൽ EKAH, എക്ക എന്നാണ് ആ വാക്ക്. EKAH, അത് അലാസ്. അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം, അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം. അപ്പോ അയ്യോ, എങ്ങനെ, കഷ്ടം, ഈ 3 വാക്കുകൾ ഏകദേശം ഒരേ ആശയമുള്ള വാക്കാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ ശരിക്കും പേര്. വിലാപങ്ങൾ എന്നുള്ള പേര് പിന്നെ വന്നതാണ്. അത് എങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. ഈ പുസ്തകത്തിന്റെ ശരിക്കുമുള്ള പേര് അയ്യോ എന്നാണ് പുസ്തകത്തിന്റെ പേര്, അല്ലെങ്കിൽ ഹൗ, എങ്ങനെ എന്നുള്ളതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞ കഷ്ടം എന്നാണ് ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ പേര്. EKAH എന്നുള്ള എബ്രായ വാക്കിന് ഹൗ എന്നാണ് അർത്ഥം, എങ്ങനെ. അതാണ് ഈ പുസ്തകത്തിന്റെ പേര്. അപ്പൊ പുസ്തകത്തിന്റെ പേരിൽ നിന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ഏകദേശം പിടുത്തം കിട്ടി. അയ്യോ, ഭയങ്കരമായ എന്തോ കാര്യമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഈ പഴയ നിയമം ലാറ്റിൻ വൾഗേറ്റ്, അതായത് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അവര് വിലാപങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, ലാമെന്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതിന്റെ അർത്ഥം ലാമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ലൗഡ് ക്രൈ എന്നാണ്, ഉറച്ച നിലവിളി എന്നാണ് ലാമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ലാറ്റിൻ ഭാഷാന്തരത്തിൽ ഈ പ്രയോഗം വന്നതുകൊണ്ടാണ് റബ്ബിമാർ പിന്നീട് അങ്ങനെ ഇതിനെ വിളിക്കാൻ തുടങ്ങി. ഈ പുസ്തകത്തെ അയ്യോ എന്നോ കഷ്ടമെന്നോ ഒന്നും വിളിക്കാതെ വിലാപങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ലത്തീൻ പരിഭാഷയിൽ ആ വാക്ക് എങ്ങനെയോ വന്നു. അതുകൊണ്ടാണ് റബ്ബിമാർ തീരുമാനിച്ചതിന് ഈ പുസ്തകത്തെ ഇങ്ങനെ വിളിക്കാം എന്ന്.
അങ്ങനെയാണ് ഈ പുസ്തകത്തിന് ഈ പേര് കിട്ടിയത്. അപ്പൊ പേരിന്റെ പ്രാധാന്യം നോക്കുക. അയ്യോ കഷ്ടം, അതാണ് പേര്, ഈ പുസ്തകത്തിന് ശരിക്കും പേര്. പിന്നെ അത് ഉറച്ച നിലവിളിയെ കാണിക്കുന്ന പദപ്രയോഗമാണ്. ഇനി ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണ്? ഈ പുസ്തകത്തിൽ ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും യെരമ്യാവാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ യെരമ്യാവാണെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. അങ്ങനെ വിചാരിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ യെരമ്യാവാണ് ഇത് എഴുതിയെന്ന് വിചാരിക്കാനുള്ള കാരണം? ഒന്ന്, യെരമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെരമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ജെറമയ 9:1. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രരുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ കണ്ണുനീരുറവും എന്റെ തല വെള്ളവുമായിരുന്നെങ്കിൽ രാവും പകലും കരയേണ്ടതിന് കൊള്ളായിരുന്നുവെന്ന് യെരമ്യാവ് പറയുക. അപ്പോ യെരമ്യാവിനെ ദ വീപ്പിംഗ് പ്രോഫറ്റ്, വിലപിക്കുന്ന പ്രവാചകൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മളും സാധാരണ അങ്ങനെയാണ് പറയുന്നത്. യെരമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ വിലപിക്കുന്ന പ്രവാചകൻ, വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് യെരമ്യാവിനെ വിളിക്കുന്നത്. അപ്പോൾ യെരമ്യാവ് അങ്ങനെ വിലപിക്കുന്ന ഒരാളായിരുന്നു. ദൈവജനത്തിന്റെ കഷ്ടത്തെ ഓർത്ത് വിലപിക്കുന്ന ആളായിരുന്നു. അത് മാത്രമല്ല, യെരമ്യാവ് വേറെയും വിലാപങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 35:25 നോക്കുക. 2 Chronicles 35:25. 2 ദിനവൃത്താന്തം 35:25 വാക്യം. യിരെമ്യാവും യോശിയാവെ കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാർത്തികളും ഇന്ന് വരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെ കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രയേലിൽ അതൊരു ചട്ടമാക്കിയിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെരമ്യാവ് യോശിയാവെ കുറിച്ച് വിലപിച്ചു. അപ്പോ വേറെയും വിലാപങ്ങൾ യെരമ്യാവ് എഴുതിയിട്ടുണ്ട്. യെരമ്യാവ് തന്നെ വിലപിക്കുന്ന ആളാണ്, കരയുന്ന ആളാണ്. പിന്നെ യെരമ്യാവ് വേറെയും വിലാപങ്ങൾ, മറ്റ് ദുഃഖകരമായ പാട്ടുകളും യെരമ്യാവ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് യെരമ്യാവാണ് ഇത് എഴുതിയതെന്ന് ന്യായമായിട്ട് ചിന്തിക്കുകയാണ്. പാരമ്പര്യവും ട്രഡീഷനും പറയുന്ന അങ്ങനെയാണ്. പാരമ്പര്യം അനുസരിച്ച് യെരമ്യാവ് ഇത് എഴുതി എന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. ഇനി ഈ വിലാപങ്ങളുടെ പുസ്തകം 4:1 മുതൽ 12 വരെ നിങ്ങൾ നോക്കിയാൽ അവിടെ നടന്ന, യെരുശലേമിൽ നടന്ന സംഭവങ്ങൾ കണ്ട ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിന്റെ 4:1 മുതൽ 12 വരെ പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ കണ്ടോണ്ട് എഴുതുന്നതായിട്ടാണ് ആ ഭാഗം വായിച്ചാൽ നമുക്ക് തോന്നുന്നത്. ദൃക്സാക്ഷിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും അത് വായിച്ചാൽ. അവിടെ നടന്ന ഭയങ്കരമായ സംഭവങ്ങൾ, ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നത്, സ്ത്രീകളെ ഇവിടെ മോശമായി പെരുമാറുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, ദേവാലയത്തെ നശിപ്പിച്ച് കളയുന്നത്, ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരാള് ദൃക്സാക്ഷി വിവരണം, ഐ വിറ്റ്നസ് ആയിട്ട് പറയുന്നത് പോലെ 4-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത് കണ്ട ഒരാളാണ്, പറഞ്ഞു കേട്ട് എഴുതിയതുപോലെ അല്ല എഴുതിയിരിക്കുന്നത്. ആരോ പറഞ്ഞു കേട്ട ഒരു സംഭവം എഴുതുകയല്ല, താൻ നേരിട്ട് കണ്ട് ആ വിവരണം എഴുതിയതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദൃക്സാക്ഷി വിവരണം അത് ഇദ്ദേഹം തന്നെയാണ് അതിന്റെ ആള് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഈ യെരമ്യാവിന് ഗോൽഗോഥ മല, അതായത് മോറിയ മല, ഗോൽഗോഥ മലയുടെ ഒരു ഭാഗത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്ക് ജെറമയാസ് ഗ്രോട്ടോ എന്നാണ് പറയുന്നത്. ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു വിള്ളൽ ഗുഹ. യെരമ്യാവിന്റെ ഗുഹ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ പൊതുവെ വിചാരിക്കപ്പെടുന്നത് ആ ഗോൽഗോഥ മലയുടെ അല്ലെങ്കിൽ മോറിയ മലയുടെ ആ ഭാഗത്ത്, ആ ഗുഹയ്ക്കുള്ളിൽ, അത് യെരുശലേമിലാണല്ലോ, ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് വെളിയിൽ റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ യെരമ്യാവ് കണ്ട് എഴുതി എന്നാണ് പാരമ്പര്യമനുസരിച്ചുള്ള വിശ്വാസം. അത് ശരിയായിരിക്കാം. ബാരൂക്ക് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ യെരമ്യാവിനുണ്ടായിരുന്നെന്ന് യെരമ്യാ 36:4 45:1 ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി. യെരമ്യാവ് പറയുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കാനായിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അത് യെരമ്യാ 36:4
45:1 പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നെഹമ്യാവ് നേരിൽ കണ്ട ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ബാരൂക്ക് രേഖപ്പെടുത്തിയതാണ് വിലാപങ്ങളുടെ പുസ്തകം എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഇനി ഇത് യെരമ്യാവ് എഴുതിയാണെന്നുള്ളൊരു വേറെ ഒരു കാരണം, പഴയ നിയമം ഗ്രീക്കിലേക്ക്, എബ്രായ ഭാഷയിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ, അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തതിനെയാണ് സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിലുള്ള പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ആ തർജ്ജമയാണ് സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഈ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷനിൽ യെരമ്യാവാണ് ഇത് എഴുതിയത് എന്നൊരു നോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതെന്താ അങ്ങനെ ചേർത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഗ്രീക്ക് ഭാഷയിലുള്ളതായ പഴയ നിയമത്തിൽ യെരമ്യാവാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് ഒരു വാചകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തെളിവുകൾ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ആ സെപ്റ്റുവജന്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ചേർക്കാനായിട്ട് ഇടയായി തീർന്നത്. അതുപോലെ ലാറ്റിനിലേക്ക് ഈ പ്രവചനം, ഈ പുസ്തകം അല്ലെങ്കിൽ പഴയ നിയമം തർജ്ജമ ചെയ്തപ്പോൾ ആ ജെറോം എന്ന് പറയുന്ന ഒരു സഭാപിതാവാണ് തർജ്ജമ ചെയ്തത്. ജെറോം ലത്തീൻ ഭാഷയിലേക്ക് പഴയ നിയമം തർജ്ജമ ചെയ്തപ്പോൾ അതിലും യെരമ്യാവാണ് എഴുതിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലം തന്നെ വന്ന തർജ്ജമകളിൽ സെപ്റ്റുവജന്റിലും അതുപോലെ ലാറ്റിൻ ഭാഷാന്തരത്തിലും യെരമ്യാവിന്റെ പേര് ഈ വിലാപങ്ങളുടെ കൂട്ടത്തിൽ അവരെഴുതി ചേർത്തിട്ടുണ്ട്. ഒരു നോട്ടായിട്ട് ഇത് യെരമ്യാവ് എഴുതിയതാണ് എന്ന് അവര് എഴുതി ചേർത്തിട്ടുണ്ട്. മറ്റൊരു കാരണം, യെരമ്യാ പ്രവചനത്തിലെ ഭാഷയും വിലാപങ്ങളുടെ ഭാഷയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. നമുക്കത് വായിച്ചാൽ മനസ്സിലാകുകയില്ല, കാരണം നമുക്ക് ഹീബ്രു അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഭാഷയിലെ സാമ്യം എന്താ നമുക്കറിയത്തില്ല. എന്നാൽ ഭാഷ അറിയാവുന്നവർ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. യെരമ്യാ പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലിയും വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഭാഷാ ശൈലിയും തമ്മിൽ വളരെ താരതമ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനേക കാരണങ്ങളാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാവാണ് എഴുതിയത് എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ട്രഡീഷൻ, പാരമ്പര്യം അനുസരിച്ചും മറ്റ് ഞാൻ പറഞ്ഞ ഈ കാരണങ്ങൾ അനുസരിച്ചും യെരമ്യാവാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് ന്യായമായിട്ട് അനുമാനിക്കാം. ഇനി ഇതെഴുതിയ കാലഘട്ടം, എന്നാണ് ഇത് എഴുതിയത്? 586-നും 575-നും ഇടയ്ക്ക് എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 586-ന്റെ പ്രത്യേകത എന്താ? 586-ലാണ് ബാബിലോണിലേക്ക് ഒടുവിലായിട്ട് മൂന്നാമത്തെ അറ്റാക്ക് വന്ന് പിടിച്ചോണ്ട് പോകുന്നത്, യെരുശലേമൊക്കെ നശിപ്പിച്ച് ദേവാലയം നശിപ്പിച്ച് പിടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ആ ഭയങ്കര സംഭവം. പിന്നെ 575, അപ്പൊ ആ ഒരു കാലയളവ്, ആ ഭയങ്കരമായ സംഭവം നടന്ന ഉടനെ, നടന്ന സമയത്ത് അല്ലെങ്കിൽ നടന്ന ഉടനെ, ഡ്യൂറിങ് ദാറ്റ് ടൈം ഓർ സൂൺ ആഫ്റ്റർ ജെറുസലേംസ് ഫോൾ, യെരുശലേം പിടിക്കപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അധികം താമസിയാതെയോ, മനസ്സിൽ നിന്ന് ആ ചിത്രങ്ങൾ മാഞ്ഞു പോകുന്നതിന് മുമ്പ്, പഴയ സംഭവത്തിൽ നിന്ന് ഓർമ്മയിൽ എഴുതുകയല്ല, നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ വീഴ്ചയുടെ സമയത്ത്, യെരുശലേമിന്റെ പതനത്തിന്റെ സമയത്തോ അതിനോട് ഏറ്റവും അടുത്ത സമയത്തോ, അതുകൊണ്ടാണ് 586 അല്ലെങ്കിൽ 575 എന്ന് പറയുന്നത്. ആ കാലയളവിലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ന്യായമായിട്ട് നമുക്ക് വിചാരിക്കാം. ഇനി ദേവാലയങ്ങളെ കുറിച്ച് ഒന്ന് അറിയുന്നത് നല്ലതാണ്. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പല ദേവാലയങ്ങളെ കുറിച്ച് നമുക്ക് ഉള്ളതായ ആ ചിന്തകൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കിട്ടും. അതൊന്ന് വലിയ ആഴമായിട്ടല്ലെങ്കിലും ഏതൊക്കെയാണ് ഈ ദേവാലയങ്ങൾ അതൊന്ന് അറിയുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ദേവാലയം, ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് ശലോമോൻ പണിത ദേവാലയം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 1000 BC അല്ലെങ്കിൽ അതിനോടടുത്ത് ആണ് ശലോമോൻ അത് പണിതത്. അതാണ് ആദ്യത്തെ ദേവാലയം. അതിമനോഹരമായ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്ന ദേവാലയം. BC 604, 597 ഈ വർഷങ്ങളിലാണ് ദേവാലയത്തിലെ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങൾ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയതായി വിചാരിക്കപ്പെടുന്നത്. 604, 597 ഈ വർഷങ്ങളിലാണ് ബാബിലോണിലേക്ക് വിലപിടിപ്പുള്ള ദേവാലയത്തിലെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയതായി മനസ്സിലാക്കുന്നത്.
586 പൂർണ്ണമായി ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ 586 വളരെ പ്രധാനമാണ് നമ്മുടെ പഠനത്തിൽ. എന്തുകൊണ്ടാണ് 586 മുഴുവനും നശിപ്പിച്ചത്? മുഴുവനും നശിപ്പിച്ച എല്ലാവരെയും കൊണ്ടുപോയത്, ബാക്കിയുള്ളവരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയത്. അതിനു മുമ്പും ചിലപ്പോഴൊക്കെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ശലോമോന്റെ ദേവാലയം അതിൽ നിന്ന് 604-ലും 597-ലും വിലപിടിപ്പുള്ള പാത്രങ്ങളും പൊന്നും ഒക്കെ കൊണ്ടുപോയി 586 ദേവാലയം മുഴുവനായി നശിപ്പിച്ചു. അപ്പൊ ഒന്നാമത്തെ ദേവാലയത്തിന്റെ കഥ കഴിഞ്ഞു. ശലോമോന്റെ ദേവാലയം അതോടുകൂടെ ഇല്ലാതായി. നമ്മൾ വിലാപങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്ന ദേവാലയം പോയി അല്ലെങ്കിൽ പൊന്നൊക്കെ പോയി എന്ന് പറയുന്നത് ആ ദേവാലയത്തിന്റെ കാര്യമാണ്, ശലോമോന്റെ ദേവാലയത്തിന്റെ കാര്യമാണ്. അങ്ങനെ ദേവാലയമില്ലാതെ അവർ അടിമത്വത്തിലേക്ക് പോയെങ്കിലും കോരശ് രണ്ടാമൻ 538 ബാബിലോണിലെ കീഴ്പ്പെടുത്തി. ബാബിലോണിനെ കോരേശ് രാജാവ് പേർഷ്യൻ രാജാവാണ്. പേർഷ്യൻ രാജാവായ കോരേശ് രണ്ടാമൻ സൈറസ് 2 ബാബിലോണിലെ കീഴ്പ്പെടുത്തി യഹൂദന്മാർ മടങ്ങിപ്പോകാമെന്നുള്ള ഉത്തരവ് ഇട്ടു. യഹൂദന്മാർ ബാബിലോണിന്റെ കീഴിലാണ്. ബാബിലോണിനെ കോരശ് കീഴ്പ്പെടുത്തിയപ്പോൾ താനായി രാജാവ്. അപ്പോൾ താൻ ഉത്തരവിട്ടു യഹൂദന്മാർക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി അവരുടെ ദേവാലയം പണിയാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ബാബിലോണിൽ നിന്ന് ആളുകൾ മടങ്ങിപ്പോയി പണിത ദേവാലയം, അത് 515 BC ആ ദേവാലയത്തിന്റെ പണി തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ദേവാലയം. അത് ഏത് ദേവാലയമാണ്? പേർഷ്യൻ രാജാവായ കോരശിന്റെ ആജ്ഞപ്രകാരം ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ആളുകൾ തീർത്തതായ ദേവാലയം. അതിന്റെ വിവരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നമുക്കറിയാം, ദേവാലയത്തിന്റെ പണിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് രണ്ടാമത്തെ ദേവാലയം എന്ന് പറയുന്നത്. ഇനി ഒരു ദേവാലയം കൂടെ വാസ്തവത്തിലില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ദേവാലയത്തെ വിപുലപ്പെടുത്തി എൻലാർജ് ചെയ്ത് റെനോവേറ്റ് ചെയ്ത് ഹെരോദ രാജാവ് വലിയൊരു പണി നടത്തി. അത് 46 വർഷം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 20 BC തുടങ്ങിയിട്ട് 46 വർഷത്തോളം, അതായത് നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ കാലം ഉൾപ്പെടെയുള്ള 46 വർഷത്തോളം ദേവാലയത്തിന്റെ മിനുക്കുപണികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ഉള്ളപ്പോൾ പോയ ദേവാലയം എന്ന് പറയുന്ന ഈ ദേവാലയമാണ്. ആ ദേവാലയം AD 70 റോമാക്കാര് ഇടിച്ചു കളഞ്ഞു. ഏത് ദേവാലയം? രണ്ടാമത്തെ ദേവാലയം. രണ്ടാമത്തേത് പുതുക്കിപ്പെടുന്ന ദേവാലയം. രണ്ടാമത്തെ ദേവാലയം കോറസിന്റെ കാലത്ത് മടങ്ങി വന്ന് പണിതാണ്. ആ ദേവാലയത്തെ ഹെരോദ രാജാവ് വിശാലമാക്കി, കുറച്ചുകൂടി വലുതാക്കി, അതിന്റെ മിറ്റവും അതുമെല്ലാം കെട്ടി ഭംഗിയാക്കി വിപുലീകരിച്ചു. അപ്പൊ മൂന്നാമത്തെ ദേവാലയം എന്ന് തന്നെ പറഞ്ഞുകൂടാ, രണ്ടാമത്തെ ദേവാലയത്തിന് പുതുക്കിപ്പണത് എന്ന് പറയുന്നതായിരിക്കും ശരി. ആ ദേവാലയം ഏകദേശം 20 BC മുതൽ, അല്ലെങ്കിൽ അതിനടുത്തൊരു കാലഘട്ടം മുതൽ പണി ആരംഭിച്ചിട്ട് 46 വർഷത്തോളം അതിന്റെ മിനുക്കുപണികൾ കുറച്ച് നടത്തിക്കൊണ്ടിരുന്നു. ആ ദേവാലയമാണ് യേശുക്രിസ്തു ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവാലയം. കർത്താവ് ദേവാലയത്തിൽ പോയി എന്ന് പറയുന്നത് ആ ദേവാലയത്തിലെ കാര്യമാണ്. ആ ദേവാലയം AD 70 റോമാക്കാർ വന്ന് ഇടിച്ചു കളഞ്ഞു. റോമാക്കാർ ഇടിച്ചു കളഞ്ഞെങ്കിലും അതിന്റെ ഒരു ഭാഗം ഇന്നുകൊണ്ട്, അതാണ് വിലാപ മതിൽ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ചിലരുടെ അവിടെ പോയി കണ്ടു കാണും, അല്ലാത്ത ഒരു പടം കണ്ടു കാണും. യഹൂദന്മാരൊക്കെ ഇങ്ങനെ തല ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ ആടി പ്രാർത്ഥിക്കുന്ന ഒരു മതിലാണ് വിലാപ മതിൽ. വലിയൊരു മതിലാണ്. ആ മതില് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പുതുക്കിപ്പണിത ദേവാലയത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതൊഴിച്ച് ബാക്കി മിക്കവാറും ഭാഗം എല്ലാം ഇടിച്ച് കളഞ്ഞു. ടൈറ്റസ്, റോമൻ സൈന്യാധിപനായ ടൈറ്റസ് ഇടിച്ചു കളഞ്ഞു. അപ്പോൾ 3 ദേവാലയത്തെ കുറിച്ച് മനസ്സിലായല്ലോ. ശലോമോന്റെ ദേവാലയം നെബൂഖദ്നേസർ ഇടിച്ച് എല്ലാം ബാബേലിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത് കോരസിന്റെ കാലത്ത് ഉത്തരവനുസരിച്ച് ബാബേലിൽ നിന്നും മടങ്ങി വന്ന ആളുകൾ പണിത ദേവാലയം, അത് വിപുലീകരിച്ചു ഹെരോദാവ്. അതിന് AD 70 റോമാൻ സൈന്യാധിപനായി ടൈറ്റസ് ഇടിച്ചു കളഞ്ഞു.
ഇനി ഈ ദേവാലയം ഇടിയെ സംബന്ധിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദേവാലയവും ഇടിക്കപ്പെട്ടത് ഒരേ ഡേറ്റിലാണ്. അത് മനഃപൂർവ്വം ഒന്നും ചെയ്തായിരിക്കില്ല, എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു. അതായത് ബാബിലോണ്യർ നെബൂഖദ്നേസർ യെരുശലേമിലെ ദേവാലയത്തെ ഇടിച്ചത് ആബ് എന്ന് പറയുന്ന മാസം, യഹൂദന്മാരുടെ എബ്രായ ഭാഷയിലെ ആബ് എന്ന് പറയുന്ന മാസം, അത് ജൂലൈ ഓഗസ്റ്റിലാണ് ആ മാസം വരുന്നത്. BC 586 ആബ് മാസം 9-ാം തീയതിയാണ് നെബൂഖദ്നേസർ ദേവാലയം ഇടിച്ചത്. ടൈറ്റസ് AD 70 ദേവാലയം ഇടിച്ചതും ആ സെയിം ഡേറ്റ് തന്നെയാണ്, വർഷം വേറെയാന്നേ ഉള്ളൂ. AD 70 ടൈറ്റസ് വന്ന് രണ്ടാമത്തെ ഹെരോദാവ് പുതുക്കപ്പെടുന്ന ആ ദേവാലയം ഇടിച്ചു കളഞ്ഞതും അതേ ഡേറ്റ് തന്നെയാണ്. അപ്പൊ അത് കൃത്യം എങ്ങനെ അങ്ങനെ വന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നെബൂഖദ്നേസർ ഇടിച്ച അതേ ഡേറ്റ് തന്നെയാണ് ഈ ടൈറ്റസും ഈ ദേവാലയം ഇടിച്ചു കളഞ്ഞത്. അത് AD 70 9th of Av. മറ്റേത് ആദ്യത്തേത് 586 9th of Av. അങ്ങനെയാണ് രണ്ട് ദേവാലയവും ഒരേ ഡേറ്റിൽ, വർഷം വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ ഡേറ്റിലാണ് ഇടിച്ചത്. ഈ വിലാപങ്ങളുടെ പുസ്തകം ഈ ആവ് മാസം 9-ാം തീയതി യഹൂദന്മാർ അവരുടെ ദേവാലയങ്ങളിൽ വായിക്കും. വിലാപങ്ങളുടെ പുസ്തകം കാരണം ആ നാശത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണല്ലോ. അതുകൊണ്ട് അവര് എല്ലാ വർഷവും ഈ ആവ് മാസം 9-ാം തീയതി ഈ പുസ്തകം അവരുടെ ദേവാലയങ്ങളിൽ വായിക്കും. അപ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടി. ഇനി പഴയ നിയമത്തിൽ ഈ പുസ്തകത്തിന്റെ സ്ഥാനം, അതായത് യഹൂദന്മാരുടെ എബ്രായ പഴയ നിയമത്തിൽ ഈ പുസ്തകത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് ഒന്ന് പറയട്ടെ. ഈ എബ്രായ പുസ്തകങ്ങളിൽ, എബ്രായ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കെതൂബിം, KETHUBIM, കെതൂബിം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കെതൂബിം എന്ന് പറഞ്ഞാൽ ദ റൈറ്റിംഗ്സ്, എഴുത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഈ കെതൂബിമിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ കെതൂബിം, എഴുത്തുകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പോയറ്റിക്കൽ ബുക്സ്, അതായത് കവിതകൾ, സങ്കീർത്തനം, സദൃശവാക്യം, ഇയ്യോബ്, ഇത് മൂന്നുമാണ് പോയട്രി ആയിട്ട് ഈ കെതൂബിമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനമുണ്ട്, സദൃശവാക്യമുണ്ട്, ഇയ്യോബുണ്ട്. രണ്ടാമത്തേത് സ്ക്രോൾസ്, ചുരുളുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചുരുളുകൾ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ മെഗില്ലോത്ത് എന്നാണ് പറയുന്നത്. മെഗില്ലോത്ത്, അതാണ് രണ്ടാം വിഭാഗം. ആ രണ്ടാം വിഭാഗത്തിൽ ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തർ, ഈ 5 പുസ്തകങ്ങളാണ് സ്ക്രോൾസിലുള്ളത്, ചുരുളുകളിലുള്ളത്. ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തർ. മൂന്നാമത്തേത് പ്രവചനം. പ്രവചനത്തിൽ ഒന്നേ ഉള്ളൂ, ദാനിയേൽ മാത്രമേ ഉള്ളൂ പ്രവചനം. നാലാമത്തേത് ഹിസ്റ്ററി, ചരിത്രം, എസ്ര, നെഹമ്യ, 1, 2, ദിനവൃത്താന്തം. അപ്പോൾ ഇതാ കെതൂബ്. വേറെ പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ കെതൂബിം എന്ന് പറയുന്ന വിഭാഗത്തിൽ, എഴുത്തുകൾ, ദ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള 4 ഡിവിഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. 1 പോയട്രി, സങ്കീർത്തനം, സദൃശവാക്യം, ഇയ്യോബ്. 2 ചുരുളുകൾ, ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തേർ. 3 പ്രവചനം, ദാനിയേൽ. 4 ഹിസ്റ്ററി, ചരിത്രം, എസ്ര, നെഹമ്യ. 1, 2 ദിനവൃത്താന്തം. ഇതാണ് 4 വിഭജനങ്ങൾ. അപ്പോൾ ഇതിൽ സ്ക്രോൾസ് എന്ന് പറയുന്ന ഭാഗത്താണ്, അതായത് എഴുത്തുകൾ എന്ന് പറയുന്ന ഭാഗത്താണ് വിലാപങ്ങളുടെ പുസ്തകം യഹൂദന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പഴയ നിയമത്തിൽ എവിടെയാണ് വിലാപങ്ങളുടെ സ്ഥാനം എന്ന് പറയാനായിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ അതിന് വിഭജനമെന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് അത് പറഞ്ഞതാണ്. അപ്പോൾ ഈ രൂത്ത്, എസ്തർ, ഉത്തമഗീതം, സഭാപ്രസംഗി ഇവയോട് ചേർന്നുള്ള ചുരുളുകൾ, 5 ചുരുളുകൾ എന്നാണ് പറയുന്നത്. അതിലൊരു ചുരുളിലാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം ഉള്ളത്. അപ്പൊ ചുരുളുകളുടെ കൂട്ടത്തിൽ 1 വിലാപങ്ങളുടെ പുസ്തകം. ഇനി ഈ പുസ്തകം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ രസകരമായ രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 1, 2, 4, 5
ഇവയിലെല്ലാം 22 വാക്യങ്ങളാണ് ഉള്ളത്. 1, 2, 4, 5 22 വാക്യം. 3-ാം അധ്യായത്തിൽ 66 വാക്യങ്ങൾ ഉണ്ട്. ഇതെഴുതിയിരിക്കുന്നത് 1, 2, 4, 5 22 വാക്യം എബ്രായ ഭാഷയിലെ 22 ആൽഫബറ്റ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇംഗ്ലീഷില് ആദ്യത്തെ വാക്യം എ, രണ്ടാമത്തെ വാചകം ബി, മൂന്നാമത്തെ വാചകം സി. അങ്ങനെ എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങൾ കൊണ്ടാണ് 1, 2, 3, 4 1-ാം അധ്യായം, 2-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. 22 വാക്യങ്ങളാണ്, 22 അക്ഷരമാണ് എബ്രായ ഭാഷയിൽ. അതില് 1, 2, 3, 4 ആ അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് ഈ 22 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൽ 66 വാക്യമാണ്. അപ്പോൾ അതിൽ ഓരോ അക്ഷരം 3 പ്രാവശ്യം. ഇപ്പോ 1-ാം വാക്യം എ കൊണ്ട് തുടങ്ങും, 2-ാം വാക്യം എ കൊണ്ട് തുടങ്ങും, 3-ാം വാക്യവും എ കൊണ്ട് തുടങ്ങും. 3-ാമത്തെ വാക്യം കഴിഞ്ഞ് 4-ാം വാക്യം ബി കൊണ്ട് തുടങ്ങും. ബി ബി ബി. അടുത്തത് സി സി സി. ഞാൻ ഇംഗ്ലീഷിൽ അത് പറയുകയാണ്, നമുക്ക് എബ്രായ വാക്ക് അറിയാൻ മേലാത്തതുകൊണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈ 3-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ഈ ഓർഡർ ഒന്നുമില്ല. 5-ാം അധ്യായം വെറുതെ എഴുതിയിരിക്കുകയാണ്, ആൽഫബറ്റിക്കൽ ഓർഡർ ഇല്ല. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1, 2, 4, 5 ഈ 4 അധ്യായങ്ങൾ 22 വാക്യം വീതം. എബ്രായ ഭാഷയിലെ 22 ലെറ്റേഴ്സ് ABCD ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ 66 വാക്യമുണ്ട്. അപ്പോൾ ഓരോ അക്ഷരത്തിനും 3 വാക്യം വന്ന്, എ കൊണ്ട് 3 വാക്യം, ബി കൊണ്ട് 3 വാക്യം, സി കൊണ്ട് 3 വാക്യം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ 22 വാക്യമാണ്, പക്ഷേ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല. അങ്ങനെയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ അവസാനിപ്പിക്കാം. എന്നാൽ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവജനം ദൈവവഴി വിട്ടു പോയതിന് ദൈവം നൽകിയ കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള ദുഃഖകരമായ വിലാപമാണ് വിലാപങ്ങളുടെ പുസ്തകം. നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്ന് നാം ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. അത് ദോഷം വരുത്തി വെക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.